ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖല്ലേ? ഒരുപാട് ദിവസത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ തീരുമാനിച്ചിറങ്ങിയതാട്ടോ. ആദ്യം അടുക്കളയിട്ട് കയറിയിട്ട് വേഗം അടുപ്പ് കത്തിക്കാട്ടോ ചെയ്തത്. ചോറിനുള്ള വെള്ളം വെച്ചു. മോനക്ക് ഇന്ന് സ്കൂളിലെ ദിവസമാണ്. അപ്പം ഇന്ന് സ്കൂളിലോട്ട് മോനെ പറഞ്ഞയക്കുന്നതും എല്ലാം കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അടുപ്പത്ത് ചോറിനുള്ള വെള്ളം വെക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു ചെറിയ കുടുക്കയിൽ വെള്ളം കൂടി വെക്കുന്നുണ്ട്. അതിൽ നമ്മൾ കുടിക്കാനുള്ള വെള്ളം ആക്കാറാണ് പതിവ്. അടുപ്പൊക്കെ നല്ലോണം കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ കത്തിക്കോളും. അപ്പോഴേക്കും ചായക്കുള്ള വെള്ളം കൂടി വെച്ചു കേട്ടോ. അത് ഇവിടെ ഇൻഡക്ഷൻ മേലാണ് വെക്കുന്നത്. ഗ്യാസ് ഞങ്ങൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഞങ്ങൾ വീട് താമസിച്ചിട്ടിപ്പം 4-5 മാസമായിട്ടുണ്ടെങ്കിലും ഗ്യാസ് കണക്ഷൻ ഇപ്പോഴും കിട്ടിയിട്ടില്ല. പുതിയ കണക്ഷനൊന്നും ആർക്കും കൊടുക്കണില്ല എന്നാണ് അവർ ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത്. ഇനി എന്നാണ് യുദ്ധം അവസാനിച്ചിട്ട് കിട്ടാമെന്നൊന്നും അറിയില്ല. ഇന്ന് രാവിലത്തേക്ക് കടിയായിട്ട് പുട്ടാക്കാമെന്ന് വിചാരിച്ചത്. പുട്ട് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പുട്ടുപൊടി സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ. മക്കൾക്കും എനിക്കും വലിയ താല്പര്യമില്ല, എന്നാലും ഇടയിൽ വല്ലപ്പോഴും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വയ്ക്കണം. അതിൻ്റെ ഇടയിൽ ചായക്കുള്ള വെള്ളം തിളച്ചപ്പോൾ കുറച്ച് ബൂസ്റ്റ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഒരു ഗ്ലാസ് ബൂസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ ബൂസ്റ്റ് ഒരു ഗ്ലാസ് കുടിക്കാൻ പോവാണ്. അത് കുടിക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് അപ്പുറത്തുനിന്ന് വെള്ളം തിളയ്ക്കുന്ന സൗണ്ട് കേട്ട്. നമ്മുടെ ചോറ് അപ്പോഴേക്കും ആയിട്ടുണ്ട്. അപ്പോൾ വേഗം അരിയിടാം. രാവിലെ കടിയാവുന്നതിന് മുന്നേ ചോറിനുള്ള വെള്ളം തിളച്ചു, അരിയിടാം കേട്ടോ. അടുപ്പ് നല്ലോണം കത്തി കിട്ടിയാൽ സാധനങ്ങളൊക്കെ വേഗം വേഗം ആവും. ഒക്കെ റെഡിയായിട്ട് ഒക്കെ വരിക്ക ഒക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാതും ഒന്ന് കഴിഞ്ഞ് ഒന്നിങ്ങനെ അയിമിൽ ഉണ്ടാക്കാൻ പറ്റും. മോന് സ്കൂളിൽ പോകാണ്ടായതുകൊണ്ടാണ് ചോറൊക്കെ വേഗം ആക്കുന്നത് കേട്ടോ. അതുമാത്രമല്ല കുറച്ച് വേവുള്ള അരിയാണ്, അപ്പോൾ കുറച്ച് മുന്നേ അരി ഇട്ടാലേ ആവുള്ളൂ. ഇനി സമാധാനത്തിൽ ഒരു കടിയൊക്കെ എടുത്തിട്ട് പോയിട്ട് ബൂസ്റ്റ് കുടിക്കട്ടെ കേട്ടോ. ഈ കടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ബേക്കറി പോയപ്പോൾ കണ്ടതാണ്, അപ്പോൾ വാങ്ങിയതാണ്. ഏതായാലും ഇതും കൂട്ടിയിട്ടാവട്ടെ ഇന്ന് ബൂസ്റ്റ് കുടി. വിശപ്പിനുള്ള കണ്ട് കുടിച്ചപ്പോൾ ഇനി സമാധാനത്തിൽ ചായക്കുള്ള കടി ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാം. അപ്പോൾ പുട്ടിനുള്ള വെള്ളം വെക്കുകയാണ്. പുട്ട് വേവിക്കാനുള്ള വെള്ളം ആദ്യം വെച്ചിട്ട് തേങ്ങ ചിരണ്ടണം. ഞാനും മക്കളും മാത്രം ഉണ്ടായതുകൊണ്ട് തന്നെ വല്ലാതെ കടികളൊന്നും ഉണ്ടാക്കാറില്ല, കുറച്ച് ഉണ്ടാക്കുള്ളൂ. ഒരു ഒറ്റ ഇതന്നെ ഉണ്ടാക്കിയാൽ, ട്രിപ്പ് തന്നെ ഉണ്ടാക്കിയാൽ നമുക്കുള്ള കടിയാവും. ഇങ്ങനെ പണി സ്മൂത്തായിട്ട് പോണത് മക്കൾ രണ്ടാളും ഉറങ്ങുന്നതുകൊണ്ടാട്ടോ. അതിൻ്റെ ഇടയിലാണ് ഈ പുട്ട് വേവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെറിയ ആൾ എഴുന്നേറ്റ് വരുന്നത്. ആദ്യം എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ്റെ വണ്ടി ഉണ്ടായാൽ അവൻ ഭയങ്കര ഹാപ്പി ആട്ടോ. നേരെ പോയി അതെടുക്കും. അതൊന്ന് കുറച്ചൊന്ന് ഉരുട്ടി ടാറ്റൊക്കെ തന്ന് കുറച്ചൊന്ന് റൈഡ് ചെയ്തതിന് ശേഷം അവൻ ഹാപ്പി ആവട്ടോ. ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, എന്നാൽ ചില ദിവസങ്ങളിൽ ആൾ കരഞ്ഞുകൊണ്ടായിരിക്കും വരിക. പിന്നെ ആ ദിവസം മൊത്തം കരച്ചിലാവും. അവൻ നേരെ പോയിട്ട് അവൻ്റെ കാക്കൂനെ നീപ്പിക്കാനാട്ടോ പോയത്. അപ്പോൾ നേരം വൈകിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേഗം പോയിട്ട് വലിയ ആളെ എഴുന്നേൽപ്പിക്കുകയാണ്.
അവനെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം ഇപ്പോൾ തന്നെ വാഷിംഗ് മെഷീനിൽ സാധനം ഇടാം കേട്ടോ. ഡ്രസ്സൊക്കെ ഇട്ട് അത് അലക്കാനിട്ട് കഴിഞ്ഞാൽ ആ എല്ലാ പണി കഴിയുമ്പോഴേക്കും അതിൻ്റെ പണിയും അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകരുത്. എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുട്ടിന് ഇന്നലത്തെ കറി ആയിരുന്നു കേട്ടോ. ഇന്നലത്തെ കറി കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അത് അടുപ്പത്ത് തന്നെ വെച്ചിട്ട് തിളപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ചോറ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ഊറ്റിയിടാണ്. എല്ലാതും ഒരേ സമയം തീർത്താൽ പണികളും വേഗം കഴിയുള്ളൂ. മോന് ഇന്ന് സ്കൂളിലോട്ട് ചോറിന് മുട്ട പൊരിച്ചത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മുട്ട പൊരിക്കാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. വണ്ടി വരാൻ കുറച്ച് നേരം കൂടിയേ ഉള്ളൂ. അപ്പോഴേക്കും മുട്ട പൊരിച്ച് ചോറൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചപ്പോഴാണ് മോൻ പറയണത് എനിക്ക് പപ്പടം കൂടി വേണമെന്ന്. അപ്പോൾ ആദ്യം പപ്പടം പൊരിച്ചിട്ട് മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പപ്പടം പൊരിക്കാനുള്ള എണ്ണ ഒഴിക്കുക കേട്ടോ. മുട്ട പൊരിച്ചതിന് ശേഷം അവൻ്റെ ടിഫിൻ ബോക്സ് റെഡിയാക്കാൻ പോവാണ്. കുറച്ച് ചോറ് മതി എന്ന് പറഞ്ഞിട്ട് അടുത്ത് തന്നെ വന്ന് നിൽക്കുകയാണ്. കൂടുതൽ ചോറിട്ടാൽ കഴിക്കാൻ കഴിയില്ല എന്ന് പറയാം. അപ്പം അങ്ങനെ അവൻ്റെ അളവിനനുസരിച്ചിട്ട്, എന്നാലും കുറച്ചിട്ടില്ല, അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. മോൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കിയാലൊരു സമാധാനം കിട്ടുള്ളൂ ചായ കുടിക്കാൻ. അതെന്താ വെച്ചാൽ ചായ കുടിക്കുന്ന ഇടയിലിട്ട് എങ്ങാനും ഡ്രൈവർ വന്നു കഴിഞ്ഞാൽ മോൻക്ക് മര്യാദക്ക് ചായ കൊടുക്കാനും പറ്റില്ല, ഒരു തിരക്കായിരിക്കും. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം സമാധാനത്തിലാണ് ചായ കുടിക്കാറ്. ഇന്ന് പുട്ടും പപ്പടവും സാമ്പാറും ആയിരുന്നു കേട്ടോ. സാമ്പാർ പുട്ടിന് കോമ്പിനേഷൻ ഉണ്ടോ ചോദിച്ചാൽ ആദ്യമായിട്ട് കഴിച്ച് നോക്കണം. അങ്ങനെ രസമുണ്ടായിരുന്നു കേട്ടോ. സ്നാക്സിന് പഴവും തേങ്ങയും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാട്ടോ. അതും അവനക്ക് ഇഷ്ടമാണ്. അവൻ്റെ കിറ്റൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് അടിച്ചു വരാൻ പോകുന്നത്. അടിച്ചു വരാൻ പോയപ്പം ഇന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു. അപ്പം റൂമിലോട്ട് കയറിയിട്ട് അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കുക. പഴയ ബെഡ്ഷീറ്റൊക്കെ മാറ്റി നമ്മൾ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുമ്പം റൂമിന് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കേട്ടോ. ഒരു പുതിയതുപോലെ തന്നെ ആയിട്ട് വരും പഴയതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഒതുക്കി വെച്ച് പിന്നെ റൂം കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പുറത്തെ റൂമും ഒന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ റെഡിയാക്കി വെച്ച് വേഗം അടിച്ചു വരാം. ഇതിൻ്റെ ഇടയിൽ മോന് വണ്ടി വന്ന് മോനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ആദീനെ കുളിപ്പിച്ച് അവനെ വേഗം തൊട്ടിലിട്ട് ഒന്ന് ഉറക്കി. അവനെ ഉറക്കിയതിന് ശേഷം മാത്രമേ മീൻ മുറിച്ചിട്ട് ഉച്ചത്തേക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് കിട്ടിയത് മത്തിയായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ
ചോളം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു വണ്ടിക്കാരൻ വന്നപ്പോൾ വീടിൻ്റെ മുന്നിൽ വന്നതായിരുന്നു. അപ്പോൾ അയാളുടെ അടുത്ത് നിന്ന് ചോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു മോന് വൈകുന്നേരം സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊന്ന് വേവിച്ച് വെക്കാനുണ്ട്. മീൻ മത്തി പൊരിക്കാനും എടുക്കണം, കറി വെക്കാനും എടുക്കണം. അങ്ങനെ 2 വിധത്തിലിട്ട് ആക്കി വെച്ചിട്ട് പൊരിക്കാനുള്ള മസാല റെഡിയാക്കുകയാണ്. ഈ മത്തി നല്ല പഞ്ഞിയുള്ള മത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പഞ്ഞി വേണം പൊരിക്കാനെടുക്കുക. അപ്പോൾ കുറച്ച് അതിൻ്റെ പഞ്ഞിയും കൂടി കായം തേച്ച് വെക്കുന്നുണ്ട്. കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മത്തി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് കറി ഉണ്ടാക്കണം. തക്കാളിയും കുറച്ച് പുളിവെള്ളം, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കിയെടുക്കണം. ആ മസാല ഇട്ട വെള്ളം തിളച്ച് വരുമ്പോൾ മത്തി ഇട്ട് കൊടുക്കുക. എളുപ്പത്തിൽ മത്തിക്കറി വെക്കുന്ന കേട്ടോ ഇത്. ഇങ്ങനെ വെച്ചെന്ന് വെച്ചിട്ട് കറീൻ്റെ ടേസ്റ്റൊന്നും ഒട്ടും കുറവുണ്ടാവില്ല. പക്ഷെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം, ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഉച്ചത്തേക്കുള്ള മീൻകറിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം വേഗം പോയിട്ട് തുടച്ചെടുക്കുക കേട്ടോ. സോഫമ്മലൊക്കെ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നല്ലോണം ഇതുപോലെ തുടച്ചെടുത്തിട്ടില്ലെങ്കിൽ പൊടി ഉണ്ടാവും, ഒരുപാട് പൊടി ഉണ്ടാവും. എങ്ങനെയാണ് ഇതിനുള്ളിലോട്ട് ഇത്രയും തോന്നെ പൊടി വരണതെന്ന് അറിയില്ല. മൊത്തത്തിൽ തുടച്ചെടുക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒരു ചെറിയൊരു ക്ലോത്ത് വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് തുടച്ചെടുക്കുകയാണ്. സോഫയും ടേബിളും ഒക്കെ തുടച്ചതിന് ശേഷം ഫ്ലോറ് തുടച്ചെടുത്തിട്ട് വേഗം പണി തീർക്കാൻ പോവാട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ കമൻസിൽ അറിയിക്കുക. അടുത്ത വിശേഷവുമായി അടുത്തൊരു ദിവസം വരാം. അതുവരേക്കും ബൈ.